Hallo, Arshat, guten Morgen. Guten Morgen. Yeah, sorry for being late. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സസൈസും പിന്നെ ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യാം ബിക്കോസ് അതിന്റെ ഇടയിൽ നമുക്ക് നെറ്റ്വർക്ക് പോയിട്ട് ക്ലാസ് എൻഡ് ആയില്ല. സോ സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് പ്രിട്ടേരിറ്റും ഫിയോ റീഗൽ മേസിക വേർബൻ അല്ലെ. റീഗൽ മേസിക വേർബന്റെ പ്രിട്ടേരിറ്റും ഫോം ആണ്. നമ്മൾ പറഞ്ഞു പ്രിട്ടേരിറ്റും എന്നുള്ളത് ഫെർഗാങ്കൻ ഹൈറ്റ് ഫോം ആണ്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫെർഗാങ്കൻ ഹൈറ്റ് ഫോം ആണുള്ളത്, പാർട്സിപ്പ് പെർഫെക്റ്റ് und പ്രിട്ടേരിറ്റും. A1-ൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരുന്നത് ഹാബന്റെയും സൈന്റെയും പ്രിട്ടേരിറ്റും ഫോം ആണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ റെഗുലർ വേർബ്സിന്റെ പ്രിട്ടേരിറ്റും എങ്ങനെ എഴുതുക എന്നുള്ളത്. റെഗുലർ വേർബ്സിന് നമ്മൾ പറഞ്ഞു ഒരു സെയിം പാറ്റേൺ ഓഫ് കോൺജുഗേഷൻ ആയിരിക്കും അതിന്റെ പ്രിട്ടേരിറ്റും ഫോമിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു പ്രിട്ടേരിറ്റും നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നരേറ്റീവ്സ്, റിപ്പോർട്ട്സ്, ഫെയറി ടെയിൽസ് ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് കാര്യങ്ങൾ പറയുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രിട്ടേരിറ്റും ഫോം യൂസ് ചെയ്യുന്നത്. ഈ പ്രിട്ടേരിറ്റുമിൽ നമ്മൾ ഒരു എക്സെപ്ഷൻ പറഞ്ഞു. എപ്പോഴായിരുന്നു എക്സെപ്ഷൻ വരുന്നത്? എൻഡില് ഡി ടി എൻഡിങ് വരുമ്പോ അവിടെ ഇ കൊടുക്കണം. നമ്മുടെ ഡി ടി സോറി നമ്മുടെ വേർബ് എൻഡിങ് ആയ ഇ എൻ റിമൂവ് ചെയ്താൽ ടി ടി അല്ലെങ്കിൽ ടി ടി എം എൻ ഇങ്ങനെയെല്ലാം വന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച കോൺജുഗേഷന്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം, ഈ കൂടെ ആഡ് ചെയ്യണം. ഇത്ര കാര്യങ്ങളാണ് നോക്കിയേ. നമുക്ക് പെട്ടെന്ന് എക്സസൈസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇയാൾ അതൊന്ന് അതിന്റെ ആൻസേഴ്സ് ഒന്ന് എടുത്തു വെക്കുക. ഓക്കെ, അന്ന് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പത്തിന് കട്ടായിരുന്നു. ഓക്കെ ഓക്കെ, എന്നാ ബാക്കി ഇപ്പൊ ചെയ്തോളൂ. 11 ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി എന്നാ പെട്ടെന്നൊന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. Okay, completed. No. Okay.
completed. Okay, so let's discuss. Yeah, first one. Ratete, Full sentence വായിച്ചോളൂ. the Feuerwehr rettete die Katze von Baum. The Feuerwehr rettete the Katze vom Baum എന്ന് വരും. Baum എന്ന്. എന്താണ് Feuerwehr എന്ന് പറഞ്ഞാൽ? Um, What is Feuer? Agni, fire. Fire. Fire സർവീസിനാണ് നമ്മൾ Feuerwehr എന്ന് പറയുന്നത്. Okay. Okay. And retten means to rescue. Okay. Okay. Rescue. Any second one? Marias machte seine Hausaufgabe am Schreibtisch. Then Marius machte seine Hausaufgaben am Schreibtisch. Schreibtisch. Sehr gut. Third one. Am zweiten Weihnachtsfeiertag. Feiertag. Feiertag. Feier. Weihnachts. Christmas celebration day. Weihnachtsfeiertag. Okay. Hmm. Begagneten wir unseren alten Begegneten. Begegneten. Begegneten wir unsere alten Vermieterin. Am zweiten Weihnachtsfeiertag begegneten wir unserer alten Vermieterin. Sehr gut. Next one. In dem kleinen Laden an der Eck kauften ich mir ein T-Shirt. Kaufte ich mir ein T-Shirt. Kaufte. Okay. അപ്പോ അവിടെ എന്ന് വരൂല? ഇല്ല, ഇഷല്ല സെന്റൻസിലെ സബ്ജക്ട്. കൗഫ് എന്ന് പറയുമ്പോ അവിടെ അതായത് ഇറഗുലർ വെർബിലാണല്ലേ? ഓക്കെ. Jana und Frida wohnete. Which one was that? Fifth one. Wohnten. Damals in Bismarckstraße. Yeah, Jen und Frida wohnten damals in der Bismarckstraße. Okay. Next one. Als ich ein kleines Kind war, spielten Kevin und ich often zusammen. Ein second, als ich ein Kind war, spielten, sehr gut. Next one. Meine Mutter erzählte mir für immer gruselige Geschichten. Meine Mutter erzählte mir früher immer gruselige Geschichten. Sehr gut. Gruselige എന്ന് വെച്ചാൽ എന്താ? എന്താണ് gruselige? Gruselish എന്ന് വെച്ചാൽ? Happy family. Happy. No. Geschichten എന്ന് വെച്ചാൽ സ്റ്റോറീസ് ആണ്. ഓക്കെ. ഗ്രൂസലിക എന്ന് വെച്ചാൽ സ്കേറി സ്റ്റോറീസ് അല്ലെങ്കിൽ ക്രീപ്പി സ്റ്റോറീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഗ്ലൂക്ലിഷ് ആണോ ഹാപ്പി? ഗ്ലൂക്ലിഷ് is happy. Okay. If Malte schon als Kind tolle Bilder. If Malte, okay. Die Bundesregierung, Federal Republic. Einigte. എന്തായിരുന്നു? Einigte sich auf eine gemeinsame together അല്ലെങ്കിൽ mutual.
Gemeinsame, gemeinsame Lösung mit Frankreich. Lösung mit Frankreich. Lösung is solution. Gemeinsame Lösung. Mutual understanding, mutual solution ആയിട്ട് അവര് ഫ്രാൻസിനെ മീറ്റ് ചെയ്തു എന്നാ പറയുന്നത്. നെക്സ്റ്റ് വൺ. In Mannheim, Liste der Bürgermeister. Bürgermeister. Das Problem auf elegante Weise. Bürgermeister എന്ന് വെച്ചാൽ ആരാണ്? തലവൻ, മെയിൻ ബോസ്. മേയറിനാണ് നമ്മൾ ബ്യൂഗർമൈസ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ ഈ ലിങ്ക് അയക്കാം. ഇതിൽ അറിയാത്ത എല്ലാ വേർഡ്സിന്റെ മീനിങ്ങും കണ്ടെത്തി പഠിക്കുക. ഓക്കെ, ബിക്കോസ് ഇതിൽ ഒരുപാട് മീനിങ്സ് ഉണ്ട്, ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഐ ഗസ് വെർബ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. Okay. Yeah. Next one. In der Schule rechnete ich immer sehr gerne. Rechnete, okay? Rechnete. Okay. Next one. Ein Googles ist koste damals 30 Cent. Kostete. Eine Kugel Eis kostete damals 30 Cent. അവിടെ കോസ്റ്ററ്റ് വന്നത് എങ്ങനെയാണ്? അവിടെ ടി എൻഡിങ് ആണ്. നമ്മൾ en റിമൂവ് ചെയ്യുമ്പോൾ കോസ്റ്റൻ എന്നുള്ള വേർബിന് കോസ്റ്റൻ എന്നാണ് അതിന്റെ ഒറിജിനൽ ഫോം. ഈ en റിമൂവ് ചെയ്താൽ ടി എൻഡിങ് ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചിരുന്നു എക്സ്ട്രാ ഇ ആഡ് ചെയ്യും. കോസ്റ്ററ്റ്. Okay. Als ich in der Firma anfing of Nettest. Während des Zweiten Weltkriegs Weltkrieg. Okay, während des Zweiten Weltkrieg. What was it? Next. Machtest rula. Year ആണ്. Year. Okay. ക്രീഗ് എന്ന് വെച്ചാൽ എന്താണ്? വേൾഡ് ക്രീഗ്. ആലോചിച്ച് നോക്കൂ, സ്വൈറ്റൻ വേൾഡ് ക്രീഗ്. ക്രീഗ് എന്ന് വെച്ചാൽ വാർ ആണ്. സ്വൈറ്റൻ വേൾഡ് ക്രീഗ് സെക്കൻഡ് വേൾഡ് വാർ. Okay. Next one. Im vergangenen Jahr besuchten wir 7 Städte. Ja, im vergangenen Jahr besuchten wir 7 Städte. Sehr gut. So, എങ്ങനെയാണ് പ്രട്ടേരിട്ടും എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടോ? ഐ മീൻ റീഗൽ മേസിക. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഒന്നുകൂടെ പറയാണ്. വേർഡ്സ് പഠിക്കുക. ഓക്കെ, ഇതിൽ ഒരുപാട് വേർഡ്സ് ഉണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള. സോ ട്രൈ ടു ലേൺ ദിസ് വൺ. ഓക്കെ, ഇതിന്റെ ലിങ്ക് ഞാൻ അയക്കണ്ട്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രട്ടേരിറ്റും ഫ്യോർ ഓൺ റീഗൽ മേസിക വേർബനാണ്. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് പ്രട്ടേരിറ്റും ഫ്യോർ ഓൺ റീഗൽ മേസിക വേർബൻ. എന്തായിരുന്നു ഓൺ റീഗൽ മേസിക വേർബന്റെ പ്രത്യേകത? മനസ്സിലായില്ല. ഇറഗുലർ വേർബ്സ്. ഇറഗുലർ വേർബ്സിന്റെ പ്രത്യേകത എന്താണ്? അത് ഇറഗുലർ ആയിട്ട്
നമ്മൾ പറഞ്ഞു റെഗുലർ വെർബ് സെയിം പാറ്റേൺ ഓഫ് കോൺജുഗേഷൻ ആണ് ഫോളോ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇറഗുലർ വെർബ് ഡിഫറെന്റ് കോൺജുഗേഷൻ ആയിരിക്കും. നമുക്ക് ഒരു വെർബിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഓക്കെ ഇത് റെഗുലർ വെർബ് ആണെങ്കിൽ ഇതിന്റെ കോൺജുഗേഷൻ ഇങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഇറഗുലർ വെർബ്സിന്റെ പ്രിറ്റേരിറ്റീവ് ഫോം നമുക്ക് ബൈഹാർട്ട് ചെയ്യാന്നല്ലാതെ വേറൊരു വഴിയുമില്ല. ഓക്കെ, നോട്ട് ഓൺലി ഫോർ പ്രിറ്റേരിറ്റും, ഏതൊരു കോൺജുഗേഷൻ ആയിക്കോട്ടെ ഇറഗുലർ വെർബ്സ് ഡിഫറെന്റ് കോൺജുഗേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈഹാർട്ടിങ് എന്നല്ലാതെ വേറൊരു വഴി അവിടെ ഇല്ല. ഓക്കെ, നമ്മൾ റെഗുലർ വെർബ് കോൺജുഗേറ്റ് ചെയ്യാൻ പഠിക്കുമ്പം ഈവൻ ഇൻ പ്രിറ്റേരിറ്റും നമ്മൾ പറഞ്ഞായിരുന്നു എൻ റിമൂവ് ചെയ്തിട്ട് ആ പാർട്ടിന് മാത്രമാണ് നമ്മൾ ഡിഫറൻസ് വരുത്തുന്നത് അല്ലെ. വെർബ് എൻഡിങ് ആയ എൻ നമ്മൾ ആദ്യം റിമൂവ് ചെയ്യും, എന്നിട്ട് ആ പാർട്ടിന് മാത്രമാണ് നമ്മൾ ഡിഫറൻസ് വരുത്തുന്നത്. പക്ഷെ ഈ ഇറഗുലർ വെർബ് അതായത് റീഗൽമേസിക വെർബിലേക്ക് വരുമ്പോൾ നമ്മുടെ വെർബ് സ്റ്റെമ്മിലും മാറ്റം വരും. വെർബ് എൻഡിങ്ങിൽ മാത്രമല്ല വെർബ് സ്റ്റെമ്മിലും മാറ്റം വരും. ഓക്കെ, സോ നമുക്ക് അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് ഒന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഗേബൻ. എന്തായിരുന്നു ഗേബൻ? give, ടു ഗീവ് എന്നുള്ള മീനിങ് ആയിരുന്നു ഗേബൻ. ഗേബൻ എന്നുള്ള വേർബിന്റെ പ്രിറ്റേരിറ്റീവ് ഫോം ഇസ് ഗാബ്. ഗാബ് എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ നമ്മൾ ഇതുവരെ പഠിച്ച പ്രിറ്റേരിറ്റീവ് ഫോമിൽ നിന്നിട്ട്. നോക്കാം നമുക്ക് അതിനെ ഇനി എങ്ങനെയാ കോൺജുഗേറ്റ് ചെയ്യുന്നത് എന്നുള്ള. ഇഷിന്റെ കൂടെ ഗേബൻ വിൽ ബി ഇഷ് ഗാബ്, ദു ഗാബ്സ്റ്റ്, എർസിയസ് ഗാബ്, wir gaben, ihr gabt, sie oder sie gaben. Noch einmal, ich gab, du gabst, es gab, wir gaben, ihr gabt, sie oder sie gaben. ഇങ്ങനെ തികച്ചും ഡിഫറെന്റ് ആയിരിക്കും നമ്മുടെ ഓൺ റീഗൽമേസിക വെർബിന്റെ പ്രിറ്റേരിറ്റീവ് ഫോമിന്റെ കോൺജുഗേഷൻ. ഓക്കെ, വൺസ് അഗൈൻ ഓർത്ത് വെക്കുക, വെർബ് സ്റ്റെമ്മിൽ മാത്രമല്ല, വെർബ് എൻഡിങ്ങിൽ മാത്രമല്ല വെർബ് സ്റ്റെമ്മിലും ഇവിടെ ചേഞ്ചസ് വരും. ഓക്കെ, ഇതിന് നമുക്ക് എക്സസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ കോൺജുഗേറ്റർ റിവേഴ്സുകളുടെ ആവശ്യം വേണം. സോ ഞാൻ താഴെ 4 വേർബ് കൊടുത്തിട്ടുണ്ട്. ഈ വേർബ് കോൺജുഗേറ്റർ റിവേഴ്സുകൾ ഇട്ടിട്ടൊന്ന് ഇതിന്റെ കോൺജുഗേഷൻ കണ്ടെത്താം. ഓക്കെ, കോൺജുഗേറ്റർ റിവേഴ്സോ യൂസ് ചെയ്യാൻ അറിയില്ലേ? അർഷദ്? ലിയോ ആണോ? ഓ ലിയോ പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടല്ലോ, അതാണോ? അല്ല, 1 സെക്കൻഡ്, ഞാൻ ഒരു മിനിറ്റ്. ഞാൻ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പ്രിറ്റേരിറ്റീവ് ഡിസ്കസ് ചെയ്യുമ്പോൾ. ആ ലിങ്ക് ഒരു മിനിറ്റ് ഞാൻ കാണും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത വേർബ് ഏതായിരുന്നു? എക്സാമ്പിൾ കണ്ടത് ഗേബൻ. ഗേബൻ എന്നുള്ള വേർബ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, എങ്ങനെയാണ് നോക്കുന്നത് എന്നാ പറയുന്നത്. ഗേബൻ നമ്മൾ അടിച്ചു കൊടുത്താൽ ഇവിടെ വരും. താഴെ കണ്ടോ, പ്രസൻസ്, ഇൻഡിക്കാറ്റീവ് പ്രിറ്റേരിറ്റും, ഫ്യൂച്ചർ ഐൻസ്, പെർഫെക്റ്റ്, പ്ലൂസ്കും പെർഫെക്റ്റ്, ഫ്യൂച്ചർ സ്വൈ. ഇതിൽ ഇയാൾ നോക്കേണ്ടത് പ്രിറ്റേരിറ്റുമിൽ എങ്ങനെയാണ് ഈ വേർബ് വരുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് പ്രിറ്റേരിറ്റുമിൽ? ഇഷ് ഗാബ്, ദു ഗാബ്സ്, എർസിയസ് ഗാബ്, wir gaben, ihr gabt, sie gaben. Okay, ഈ ഒരു രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഏത് വേർബ് ആയാലും അതിന്റെ ഇൻഫിനിറ്റീവ് ഫോം ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇയാൾക്ക് അതിന്റെ പ്രസൻസും പ്രിറ്റേരിറ്റും ഫ്യൂച്ചറും എല്ലാം കിട്ടും. ഓക്കെ, ഇൻക്ലൂഡിങ് ഇപ്പം നമ്മുടെ പാർട്ടിസിപ്സ് വൈ ഫോം ആണെങ്കിൽ ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഹെൽപ്പിംഗ് വേർബ് ഇവിടെ വരും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, പ്ലീസ് ഡു ദാറ്റ്.
കംപ്ലീറ്റ് ആയി. Okay, once again, just wait. Okay, പറഞ്ഞോളൂ. Expression. Sprach, sprachst, sprach, sprachen, sprach, sprachen. Great. Next one. Wusst, wusstest, wusste, wussten, wustet, wussten. Good. Ne, Next one. nam, namst, nam, namen, namt, namen. Begen, begenst, begen, begen, begnen, begent, begannen. Began. Okay, began. നമ്മൾ Began. റീഡ് ചെയ്യുമ്പോൾ അത് began എന്നാണ് റീഡ് ചെയ്യും. Okay. Yeah. Began. അപ്പൊ Okay. begannen എന്നാണ് ഒരു Yeah, began. സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉൺറീഗൽ മെസിഗർ വേർബൻ അല്ലെങ്കിൽ ഇറഗുലർ വേർബിന്റെ പ്രത്യയത്തും ഫോം കണ്ടെത്താൻ പറ്റുള്ളൂ. പ്രത്യയത്തും മാത്രമല്ല പ്രസൻസിലായാലും നമ്മൾ അത് കണ്ടെത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പോവാന്നല്ലാതെ വേറെ വഴികളൊന്നുമില്ല. പിന്നെ നമ്മൾ യൂസ്ഡ് ആവും, ദാറ്റ് ഇസ് നമുക്ക് ഈ വേർബിന്റെ കോൺജുഗേഷൻ ഇങ്ങനെയാണെന്നുള്ള ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമുക്കങ്ങ് മനസ്സിലാവും. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് ഉള്ളത്. ബേസിക്കലി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ടോപ്പിക്കും കൂടെ നമുക്ക് എടുക്കാനുള്ളൂ. ബട്ട് നമുക്ക് ടെക്സ്റ്റ് കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്, കുറച്ചും കൂടെ സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. സ്റ്റിൽ ഇതുവരെ കഴിഞ്ഞ എല്ലാ ടോപ്പിക്കും നാളത്തെ ക്ലാസ് കൂടെ കഴിയുമ്പോഴത്തേന് റിവൈസ് ചെയ്യാം. ഓക്കെ, എന്നാലേ എവിടേക്ക് Okay. ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ളത് ക്ലിയർ ആവുള്ളൂ. നമുക്ക് ഇനി ഒരു ചെറിയ സ്പീക്കിംഗ് ആക്ടിവിറ്റി ചെയ്യാം, ബിൽബെഷ്റൈബും ചെയ്യാം. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. Okay. സോ ബിൽബെഷ്റൈബും ആണ്. ഓൾറെഡി ഞാൻ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഞാൻ പറയാന്, ഒരു പിക്ചർ കിട്ടിയാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ആദ്യം ആ പിക്ചറിൽ എത്ര ആളുകളെ കാണുന്നുണ്ട് എന്നുള്ളത് പറയാം. ആരൊക്കെയാണ്, ഒരു ലേഡി, ഒരു മാൻ എന്നുള്ള രീതിയിൽ പറയാം. അവരെവിടെയാ നിൽക്കുന്നത് എന്നുള്ളത് പറയാം. അവരുടെ ചുറ്റും ഓരോ കോർണറിലും അവരുടെ ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും എല്ലാം എന്തൊക്കെയുണ്ട് എന്നുള്ളത് പറയാം. അത് കഴിഞ്ഞിട്ട് അവരെന്താണ് ധരിച്ചിട്ടുള്ളത് എന്നുള്ളത് പറയാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെങ്ങനെയാണ്, അവരെ കണ്ടിട്ട് നിങ്ങൾക്ക് സാഡ് ആയിട്ടാണോ തോന്നുന്നത്, ഹാപ്പി ആയിട്ടാണോ തോന്നുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഏറ്റവും അവസാനം ഒരു അസംഷൻ, ദാറ്റ് ഈസ് കമ്പൽസറി. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും ഒരു റാൻഡം അസംഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇവരെ കണ്ടിട്ട് എന്താ തോന്നുന്നത്, ഇഷ്ടെങ്കർ ദാസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാം. ഫോർ എക്സാമ്പിൾ, ഇഷ്ടെങ്കർ ദാസ് സീ eine ഫാമിലി ist, അല്ലെങ്കിൽ അവർക്ക് വല്ല വീക്കെൻഡ് ആണെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അസംഷനും കൂടെ ആഡ് ചെയ്യാം ടു മേക്ക് യുവർ ബിൽ ബെഷ്റൈബും മോർ ഇംപ്രസീവ്. ഓക്കെ Okay. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. യു ഹാവ് 10 minutes. ഞാൻ തന്ന റെഡി മെറ്റൽസ് എല്ലാം യൂസ് ചെയ്യാം. ഓക്കെ. Okay. Okay.
Okay, Arshad, completed? Done? ഇല്ല, കുറച്ചുകൂടി ഉണ്ട്. Okay.
Okay, now completed, Arshad. Yeah. Okay, let's discuss. Auf dem Bild sehen wir ein glücklich Frau und ein Mann. Sie sind stehen in die Küche. Ich finde das Bild lustig. Im Hintergrund befindet sich eine Küche, Fenster, Gemüse und Küche eingerichtet. Der Mann aufgibt ein Hemd und die Frau aufgibt ein Top. Not that one. To wear എന്നുള്ളത് പ്രാഗൻ എന്നാണ് പറയുക. ചാറ്റ് ബോക്സ് നോക്കുക. പ്രാഗൻ. Aufgibt പറഞ്ഞാൽ എന്തായിരുന്നു ഇപ്പോ? പ്രാഗനാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ടു വെയർ സംതിങ് എൽസ്. നോട്ട് നമ്മള് ഡ്രസ് വെയർ ചെയ്യുന്നതിന് പ്രാഗനാണ് പറയാ. ആൻഡ് ടോപ്പിന് ടോപ്പ് അല്ല ബ്ലൂസ് എന്നാണ് പറയാ. ഓക്കെ, Ein Bluse. Sie ist gerade im Begriff, ein romantisch Mann und Frau. അതങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. ഇൻ ബെഗ്രീഫ് എന്ന് വെച്ചാൽ ദേ ആർ ഇൻ എ പ്രോസസ് ഓഫ് എന്നാണ് അതിന്റെ മീനിങ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രണ്ടുപേരെയും കൂടി പറയുകയാണെങ്കിൽ ഇൻ ഗിറാദ ഇൻ ബെഗ്രീഫ് ഇറ്റ് വാസ് ടു കോക്കൻ. ദേ ആർ ഓൾറെഡി ഇൻ എ പ്രോസസ് ഓഫ് കുക്കിംഗ്. ഓക്കെ, അങ്ങനെ പറയാനാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മറ്റേതാകുമ്പോ ഇഷ് ഡാങ്കെ ദാസ് എന്നാണോ യൂസ് ചെയ്യുക? ഇഷ് ഡെങ്കെ ദാസ്. ഇഷ് ഡെങ്കെ ദാസ്, റൊമാൻറ്റിഷ് മാൻ ഓൺ ഫ്രൗ. അവിടെ എന്താ ഉദ്ദേശിച്ചത് ഇയാളൊന്ന് പറഞ്ഞുതരും? ഐ തിങ്ക് അതൊരു നല്ല റൊമാൻറ്റിക്. Okay. Ich denke, dass beide sehr romantisch sind. Okay, ich denke, dass beide sehr romantisch sind. You got it? Okay, Arshad? Okay. Yeah. സോ ഇത്ര കാര്യങ്ങളാണുള്ളത്. നാളെ നമ്മൾ പുതിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യും. മീൻ വൈൽ ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം ഒന്ന് എല്ലാവരും റിവൈസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് മൺഡേ മുതൽ റിവിഷനും പിന്നെ ബാക്കിയുള്ള എക്സസൈസ് ടെക്സ്റ്റ് റിലേറ്റഡ് കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്കൊരു 5 സെഷൻസും കൂടെ ഉണ്ടാവുള്ളൂ. ഇൻ ബിറ്റ്വീൻ ദാറ്റ് റിവിഷൻ ആൻഡ് എവറിത്തിങ് വിൽ ബി ഡൺ ആൻഡ് എക്സാംസും വരും. ഓക്കെ, അതെല്ലാം ഡേറ്റ് നമുക്ക് അക്കോർഡിംഗ്ലി ഡിസൈഡ് ചെയ്യാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അർഷദിന് ഇന്നത്തെ സെഷനിൽ എവിടെയെങ്കിലും റിഗാർഡിംഗ് ബിൽ വിഷ്റൈബും? ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഇന്നലെ ഇല്ലായിരുന്നു. അല്ല, ഞാൻ ഇൻഫോം ചെയ്യാൻ വിട്ടുപോയി. ഞാൻ ഇന്നലെ നാട്ടിലേക്ക് പെട്ടെന്ന് വരുമായിരുന്നു. നാളെ ഉണ്ടാവോ? നാളെ ഉണ്ടാവും, ഓഫ് കോഴ്സ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം റിവൈസ് ചെയ്യാം. ഞാൻ എക്സസൈസുകൾ അയക്കാം ക്രിട്ടേറിയറ്റുമിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഓക്കെ, then best then choose.